ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? എനിക്ക് സുഖമാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളെ വീട് എനിക്കും എൻ്റെ വീട് നിങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്തുള്ള മുറുവഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഒട്ടുവിധ ആളുകൾക്കും പരിചയം ഉണ്ടായിരിക്കാം. ഇൻഷാ അല്ലാഹ് എന്തായാലും എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടോളിട്ടാ. ഇതാണ് എൻ്റെ വീട്. കണ്ട, വീട്ടിലേക്ക് കയറി വരുമ്പം ഇങ്ങനെയാണ് കാണാൻ. ഇനി കുറച്ച് പണി ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാക്കണം. ഞാൻ മേലക്കൊക്കെ എടുത്ത് സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാം ഭാവിയിൽ നമുക്ക് ശരിയാക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണേ നമ്മളൊരു ബൈക്കുണ്ട് ഇവിടെ. ഒരു ചെറിയൊരു ബൈക്ക്. അത് ഞാൻ ഓട്ടിയിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഓടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് വൈഫാണ് കൊണ്ടു നടക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാനൊരു കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ളൊരു ചെടി. ഫസ്റ്റ് ഞാനിത് വെച്ചപ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. പിന്നീട് അതിങ്ങനെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ നല്ല വൃത്തിക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചേക്കാം എന്ന് കരുതി. അപ്പോൾ അങ്ങനെ വെച്ചു. ഓക്കെ, എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ കാണാൻ? ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. വീട് ഇരിക്കുന്ന സമയത്ത് വെച്ചതാണ്. ഇതിൻ്റെ എന്തൊക്കെയാണ് തടിയെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കിപ്പം ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിൽ ഞാൻ പറയുന്നില്ല. ഇതൊക്കെ കുറച്ച് ഈ കായകളുണ്ടാകുന്നതൊക്കെ തടികളാണിത്. എന്തായാലും നടക്കട്ടെ. ഒന്ന് ഇത്, രണ്ട് ഇത്, അതിൻ്റെ ബാക്കിൽ മൂച്ചിത്തൈ ഉണ്ട് കേട്ടോ. പിന്നെതാ ഇങ്ങനെ വന്ന് ഇവിടെ താഴെ ഒരു സാധനം കിടക്കുന്നുണ്ട്. എന്താണ്ട ഇതും എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പ്ലീസ് സഹകരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മൂച്ചിത്തൈ. അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു മരം കണ്ടില്ല. അത് എന്തോ ഒരു കായൻ്റെ മരമാണ്. അതെങ്ങനെ അങ്ങോട്ട് എന്താണ് ഏതാണെന്നുള്ളത് അറിയാനില്ല. പറഞ്ഞു തരാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. പോട്ടെ. പിന്നെ കഴിഞ്ഞാണ് മൈലാഞ്ചി. പെണ്ണുകൾക്ക് ഇഷ്ടപ്പെട്ട മൈലാഞ്ചി. അത് നല്ല വൃത്തിക്ക് വളർന്നിട്ടുണ്ട്. നമ്മളെ ഈ അയൽവാസിയിലുള്ള എല്ലാവരും വന്ന് പറിക്കും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് എൻ്റെ ആ മൈലാഞ്ചി ചെടിയുമ്പോൾ കുറച്ച് മറ്റേ ഇതൊരു മത്തനുണ്ടാവുന്നൊരു ഇതും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പം ഇങ്ങനെ വന്ന് നമ്മൾ മൈലാഞ്ചി ചെടിയൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നമ്മൾ വീട് പണിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി വന്നതൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. അതുമായിട്ട് വീണ്ടും എനിക്ക് പണികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കണേന്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ ശരിയാക്കാം. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു പ്രാവിനെ വളർത്തിയിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് പ്രാവുകളൊന്നുമില്ല. അതൊക്കെ പറന്നു പോയി. എനിക്ക് നോക്കാൻ പറ്റാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് അതൊക്കെ പോയി. നമ്മളെ കയ്യിൽ നിന്ന് കൊടുത്താൻ വിട്ട് പോയി. ശരി, ഓക്കെ, അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ അരിനെല്ലിക്ക എന്ന് പറഞ്ഞൊരു പഴമുണ്ട്. ഏതാണിത്? അരിനെല്ലിക്കൻ്റെ തടിയാണ് കേട്ടത്. അത് കറക്റ്റ് വളരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴാണ് ആവുക എന്നുള്ളത് അറിയില്ല. ഇൻഷാ അല്ലാഹ് ആയിക്കോളും. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വാഴകൾ വെച്ചിട്ടുണ്ട് ഞാൻ. ഉണ്ടല്ലേ, ഇതൊക്കെ ഞാൻ വാഴകൾ വെച്ചതാണ്. ഇതാണ് പിന്നെ ഞാൻ ഈ അസുഖം പിടിച്ചിട്ടും തീരെ വളരാത്ത ഒരു സാധനമായിരുന്നു ഇത്. കണ്ടില്ലേ, ഞാനതിനെ നനച്ചു കൊടുത്ത് വളമിട്ട് കൊടുത്ത് എല്ലാം സെറ്റപ്പാക്കി. ഇപ്പം അത് അൽഹംദുലില്ലാഹ് അത് വളരാൻ തുടങ്ങി. ശരി, ഉഷാറായിട്ട് വളരുന്നുണ്ട് ഇപ്പം. അൽഹംദുലില്ലാഹ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതൊരു നമ്മളെ എന്താ പറയുക, മുളകാണ്. മറ്റേ ചുവന്ന മുളകുണ്ടല്ലോ, അതിൻ്റെ
ഒരു തടിയാണത്. അപ്പോൾ അതും അൽഹംദുലില്ലാ അതും വല്ലാതെ അങ്ങോട്ട് വളരുന്നില്ല, എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വളം ഇട്ടെടുക്കണമെന്നുള്ളതും അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഓരോന്നും ഒന്ന് രണ്ടെണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് പെണ്ണുങ്ങൾ ആവശ്യം വരുമ്പോൾ എടുത്ത് സൂട്ടാക്കും. എന്തായാലും അതും ഓക്കെ. പിന്നെ വരുന്നത് നമ്മൾ മോട്ടറാണ്. അതിൻ്റെ മേലെ എന്തോ പേപ്പർ എന്തോ പെണ്ണുങ്ങളെ പണിയാണ്, എന്താണെന്നറിയില്ല. പിന്നെ വന്നു കഴിഞ്ഞാലാണ് നമ്മളെ കിണർ. കണ്ടില്ലേ, ഇതാണ് നമ്മളെ കിണർ. കിണറിലൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വന്ന് നമ്മൾ അടുക്കള ഭാഗത്തേക്കാണ് പിന്നെ പോകുന്നത്. ഒരു ചെടികൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. പിന്നെ ഡ്രസ്സ് അലക്കുന്ന സ്ഥലം. ഇങ്ങനെ വന്ന് നമ്മളെ ബാക്കിലെ മതിൽ. ഇവിടെ മുളക് ചെടി. ഇപ്പം മുളക് ഉണ്ടാകുന്ന സമയമെല്ലാം തോന്നുന്നു അല്ലേ. നല്ല മുളകുണ്ടായിരുന്നു ടൈമിൽ, നല്ലോണം മുളകുണ്ടായിരുന്നു. ഇപ്പം എല്ലാം തോന്നണേ. ഇപ്പോൾ മുളകിൻ്റെ സീസണല്ല, അതുകൊണ്ട് അത് ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത ടൈമിലാവുമെന്ന് വിചാരിക്കാം. പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഗേറ്റ് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടുന്ന് ഇത് വേറെ സ്ഥലങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇന്നലെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഓൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ, 1ാം ബർത്ത്ഡേ. ഗംഭീര പരിപാടിയായിട്ട് നടത്തിയവൻ. പിന്നെന്താ, എന്താണ് നിങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചോ? ഉഷാറായില്ലേ? ദമ്മായിട്ടിരിക്കല്ലോ എല്ലാവരും. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബാക്ക് ഭാഗമാണ് കേട്ടോ, വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. അതിന് കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു ബാക്കിൽ. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് ഞാനൊരു ഷീറ്റ് എന്തായാലും ഇട്ടിരുന്നു ഇവിടെ. അപ്പം ഇങ്ങനെ വന്നു. ഇതാണ് എൻ്റെ അടുക്കള ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, അത് അകത്ത് വരുമ്പോൾ ഞാൻ കാണിക്കട്ടെ. അടുക്കളേൻ്റെ ഡോറാണത്. പിന്നെ കാണിക്കാനുള്ളതാണ് മത്തന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ വളർത്തുന്നത് തന്നെയാണ്. ഇത് മതിലിൻ്റെ അപ്പുറത്തേക്കും കുറച്ചുണ്ടായിരുന്നു, കുറച്ചല്ല അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുണ്ട്. അപ്പോൾ വീടിനപ്പുറത്തായതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടോളി, വേണ്ടില്ലേ, ഇതിങ്ങനെ ഉണ്ടാകുന്നുണ്ട് മത്തൻ. നല്ലോണം അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഉണ്ടാവുന്നുണ്ട് പിന്നിൽ. ഇപ്പം രണ്ടും പച്ച ആയതുകൊണ്ടേ കാണാനൊരു ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ 2 മൂച്ചിത്തൈ, 2 4 ഉണ്ട്. 2 വലുതും പിന്നെ 2 കുട്ടി തൈകളുണ്ട്. അത് 2 ഇവിടെ. പിന്നെ ഇതവിടെ ഒരു സംഭവം, ഇത് നമ്മളെ മുളക് കായ്ക്കും, പച്ചമുളകില്ലേ, അതിൻ്റെ തടിയാണ് കേട്ടത്, പച്ചമുളകിൻ്റെ തടികൾ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, മത്തൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ ഉണ്ട് എല്ലായിടത്തും. മത്തന് 2-3 ഉണ്ടായിരുന്നു ഇവിടെ. 2-3 അല്ല, അതിലും കൂടുതലുണ്ട്. ഇത് കാണുന്നെങ്കിൽ അപ്പോൾ മത്തൻ ചെടിയായി. അതിൻ്റെ നേരെ താഴെ ഒരു കറുമൂച്ചിക്കൈ ഉണ്ട്, കറുമൂച്ചി തൈയില. ഇത് നമ്മൾ വേസ്റ്റ് ഇടുന്ന, കിച്ചണിൽ വേസ്റ്റ് ഇടുന്ന 2 ഡബ്ബാണ് കേട്ടത്. അതെ, ഇനി നിങ്ങളെ കാണിക്കാനുള്ളതാണ് അത്ഭുതം എന്ന് പറയാം. അത്ഭുതം ഒന്നും പറയുന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കണ്ടോളി. കണ്ട മത്തൻ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കാനായിക്കണം. ഇത് എടുക്കലെങ്ങനെ അറിയാം, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവിടെ ഇത് എടുക്കാനായിക്കണം. ഇതിൻ്റെ ഇവിടെ ഈ സംഭവം ഈ കാണുന്ന സാധനം, അതായത് ഇപ്പുറത്ത് കുറച്ചൊരു ഇത് വരും, അത് കൊഴിഞ്ഞു പോയാലാണ് നമുക്ക് കഴിക്കാൻ രൂപത്തിൽ ആയിക്കണം എന്നുള്ളത് മനസ്സിലാക്കൽ. ഞാൻ ആ സാധനം കൊഴിഞ്ഞു വീണത്, കൊഴിഞ്ഞു വീണിട്ടില്ല, ഇപ്പം അടുത്ത് വീഴും അത് ഇൻഷാ അല്ലാഹ്.
പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു മൂച്ചിത്തൈ കണ്ടില്ലേ, ഒരു മൂച്ചിത്തൈയാണിത്. പിന്നെ ആ മുളക് തടി വീണ്ടും ഒന്നും കൂടെ വന്നിട്ടുണ്ട്. അതേ നല്ല മുളകുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ മുളക് സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, നമ്മളൊക്കെ പോയി. പിന്നെ വന്നിട്ട് ഒരു തൈ ഞാൻ അപ്പുറത്ത് നമുക്കൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനൊരു മറവാക്കിയിട്ട്, നമ്മൾ വീടിൻ്റെ ബാക്കിൽ തന്നെയല്ല, അപ്പോൾ അതിനൊരു മറവാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തുകയാണ് കേട്ടോ.